ഞങ്ങളെ അവിടെ തഴയപ്പെടുത്തുന്ന ഒരു തോന്നല് ഇവർക്കിടയിൽ തന്നെ ശക്തമായിട്ടുണ്ട്. 3 lakhs മേലെ 3,60,000 അടുത്ത് ആളുകൾ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇത് അവിടെ തന്നെ ഒരു വർഷത്തേക്ക് അവർക്ക് ഓപ്ഷണൽ ട്രെയിനിങ്ങിന് കയറാനുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയാണ് പടഞ്ഞിരിക്കുന്നത്. ആ കമ്പനി വീണ്ടും $1 lakh കെട്ടിവെച്ച് വേണം ഇയാളെ എടുക്കാൻ. H1B വിസയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കാരെ ബാധിക്കുന്നു കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിസയുടെ ഫീസ് ഉയർത്തിയതിൽ ഇന്ത്യക്കാരെ വൻ തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ ഈ ഇന്ത്യക്കാർക്ക് ആ വിസയുമായി ബന്ധപ്പെട്ട ചില അമേരിക്കൻ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന ചില കടുത്ത നിബന്ധനകൾ മൂലം പലരും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പം നമുക്കറിയാം, മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ H1B വിസയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെത്തി ജോലി ചെയ്യുന്നുണ്ട്. അവരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിലെ അവസ്ഥകൾ മുന്നോട്ട് പോകുന്നത്. എന്താണ് നിലവിൽ ഈ ഇന്ത്യക്കാരെ ഈ വിസയിൽ അമേരിക്കയിലെത്തിയവർ തിരികെ മടങ്ങാൻ ആഗ്രഹിക്കുന്നുള്ള ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്? നിലവിൽ ചില സർവേ റിപ്പോർട്ടുകളാണ് ഇത് വന്നിട്ടുള്ളത്. അത് കുറച്ചായി വന്നിട്ട് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ സാധ്യതയാണ് പറയപ്പെടുന്നത്. അത് ഏതാണ്ട് അടുത്ത് നടന്നൊരു സർവേയിൽ ഏതാണ്ട് 40% ആളുകൾ പങ്കെടുത്ത അമേരിക്കയിലെ ഇന്ത്യക്കാരിലെ ഒരു 40% ആളുകൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ മൈഗ്രേഷൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്യാനുള്ള പരിപാടി, അങ്ങനത്തെ ഒരു ആലോചനയിലേക്ക് പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അപ്പോൾ അവർ മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും കടുത്ത പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്, നമുക്കറിയാവുന്ന പോലെ H1B വിസ ചട്ടങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങൾ, അതുപോലെ തന്നെ അവിടേക്ക് പഠനത്തിനായിട്ട് പോയിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു വലിയ പ്രശ്നം. കാരണം ഈ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ തന്നെ തുടരാനുള്ള ഓപ്ഷൻസ് എടുത്തു കളഞ്ഞു. സ്വാഭാവികമായിട്ട് ഇവരുടെ ഇടയിൽ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ വളർന്നു. അല്ല, ഈ പലരും H1B വിസയും എടുത്തു പോകുന്നവർ തന്നെ വിദ്യാർത്ഥികൾ അവർ ലക്ഷ്യമാക്കുന്നത് അവിടെ പഠനത്തിന് ശേഷം അവിടെ ജോലി ചെയ്യുക, മികച്ചൊരു സ്ഥാപനത്തിൽ കയറിപ്പറ്റുക എന്ന് മാത്രമായിരുന്നു. അവിടെയാണല്ലോ ഇപ്പം പുതിയ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. അവരാണ് തോന്നുന്നു തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് തോന്നുന്നു. ഏതാണ്ട് 3 lakhs മേലെ 3,60,000 അടുത്ത് ആളുകൾ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇത് അവിടെ തന്നെ ഒരു വർഷത്തേക്ക് അവർക്ക് ഓപ്ഷണൽ ട്രെയിനിങ്ങിന് കയറാനുള്ള ഒരു വഴിയുണ്ടായിരുന്നു. ആ വഴിയാണ് പടഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ആളുകൾ ഈ ഒരു കാഴ്ചയോട് കൂടിയിട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ജോയിൻ ചെയ്യാൻ, അവിടെ തന്നെ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് പിന്നീട് H1B വിസ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അവിടെ തന്നെ തുടരാം എന്ന ആലോചനയുമായിട്ട് അവർക്ക് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നു കഴിഞ്ഞു. ഇത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. വലിയ തോതിലുള്ള ഫ്രസ്ട്രേഷൻ ഇവരുടെ ഇടയിലുണ്ട്. ഈ ഫ്രസ്ട്രേഷനാണ് യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് തിരിച്ചു പോന്നാലോ എന്ന ആലോചനയുടെ പിന്നിലുള്ളത്. സന്ദീപ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിഷയം കൂടെ ഉണ്ടല്ലോ, H1B വിസയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി നമ്മൾ ഒരു ജോലിയിൽ കയറുന്നു, നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പക്ഷേ കമ്പനി ലേ ഓഫ് പ്രഖ്യാപിക്കുന്നു. ആ ലേ ഓഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരികെ മടങ്ങിയല്ലാതെ മറ്റൊരു മാർഗമില്ലാത്തൊരവസ്ഥ ഉണ്ടായി. കാരണം വെച്ചാൽ നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ വേറെ കമ്പനികളിലേക്ക് മാറാമെന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ആ സാധ്യതയും ഇവിടെ അടയുന്നതോടെ ആയിരിക്കാം ഇനി മടങ്ങിയാലോ എന്നുള്ളൊരു തോന്നല് ഇന്ത്യക്കാർക്കിടയിൽ. കമ്പനിയിലേക്ക് പോകണമെങ്കിൽ ആ കമ്പനി വീണ്ടും $1 lakh കെട്ടിവെച്ച് വേണം ഇയാളെ എടുക്കാൻ. അതായത് ആദ്യത്തെ ഒരു നടപടിക്രമം തുടക്കം തൊട്ട് വീണ്ടും അവർ പാലിക്കണം. അപ്പം അങ്ങനെ ഒരാളും ഒരു കമ്പനി തയ്യാറാവില്ല. ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് അത്രയും വലിയ വിദഗ്ധരെ വേണമെങ്കിൽ എടുത്തേക്കും, അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വിദഗ്ധരെ എടുത്തേക്കും. എന്നാൽ അതൊരു സാധാരണ ജീവനക്കാരനെ എടുക്കാൻ വേണ്ടിയിട്ട് $1 lakh അവർ വെക്കില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു കമ്പനിക്കകത്ത് ഈ H1B വിസയിൽ പോയ ഒരാളെ സംബന്ധിച്ച് ആ കമ്പനിക്കകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ ഒക്കെ ഇനി കൂടാനുള്ള സാധ്യതയും കൂടിയുണ്ട്. കാരണം ഇയാൾക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, തിരികെ പോകുക എന്നല്ലാതെ അവിടെ നിൽക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. ആ ഓപ്ഷൻസ് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കമ്പനികളുടെ ചൂഷണത്തിന് വിധേയമാവും. ഇയാൾക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഹൈക്ക് കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നുള്ള ഓപ്ഷനിലേക്ക് മാത്രം ചുരുങ്ങും. വേറെ വഴികളില്ല. അതിൻ്റെ ഒരു
എന്താ പറയുക, മത്സരക്ഷമതയും കുറയും. മറ്റുള്ള കമ്പനികൾ ഇയാളെ ഹയർ ചെയ്യുന്നുള്ള ഭീതിയിൽ ഇയാളെ പിടിച്ചു നിർത്താനായിട്ട് ഇവർ ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരു മാത്സര്യം ഉണ്ടല്ലോ, അതുകൂടെ ഇല്ലാതെയാവും. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസിൽ ഇൻഫോസിസ്, വിപ്രോ പോലുള്ള കമ്പനീസ് തുടർന്ന് വന്നിരുന്ന ഒരു ബിസിനസ് മോഡലുണ്ട്. ഇവിടെ നിന്ന് H1B വിസയിൽ ജീവനക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവിടെ വർക്ക് ചെയ്യിക്കുന്നു. ആ ഒരു മോഡലുണ്ട്. അവർ ലക്ഷ്യമിടുന്നത് ചെറിയൊരു ശമ്പളം മതിയാകും എന്നുള്ളൊരു, താരതമ്യേന ചെറിയ ശമ്പളത്തിന് നല്ല വിദഗ്ധരായ ആളുകളെ തന്നെ അവിടേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബിസിനസ് മോഡലിന് തന്നെ വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ത്യൻ കമ്പനികൾക്ക് അത് വലിയ എന്താ പറയുക ആഘാതം മാറിയിട്ടുണ്ട്, വലിയ പ്രശ്നത്തിലായിട്ടുണ്ട്. കാരണം ഇന്ത്യക്കാരാണെങ്കിൽ വേതനത്തിലൊരു ചെറിയൊരു കുറവുണ്ട്, പക്ഷെ അമേരിക്കൻസ് ആണെങ്കിൽ വലിയൊരു വേതനം കൊടുക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അത് തന്നെയായിരിക്കും ചിലപ്പോൾ ഇന്ത്യൻ കമ്പനികൾക്ക് തിരിച്ചടിയായിട്ടുള്ളത്. സാധാരണ ഇന്ത്യൻ കമ്പനികളിൽ, പ്രത്യേകിച്ച് ഡാറ്റ പ്രോസസ്സിംഗ് കമ്പനികളിലൊക്കെ AI വന്നതിന് ശേഷം വലിയ പ്രതിസന്ധി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പല ജോലികളും പല തസ്തികകളും ഇല്ലാതാവുന്നുണ്ട്, വലിയ തോതിലുള്ള ലേ ഓഫുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ലേ ഓഫുകളുടെ ഇടയിലാണ് പെട്ടെന്ന് ഈ H1B വിസയുടെ മേലെ ഇത്തരത്തിലൊരു വലിയൊരു നിയന്ത്രണം വന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു വലിയ ബിസിനസ് മേഖലയിൽ, IT-യിലെ വലിയൊരു ബിസിനസ് മേഖലയെ മൊത്തം ബാധിക്കുന്ന കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. H1B വിസയുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങൾ ശക്തമാക്കുക, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മൈഗ്രേഷൻ ചെയ്തു വരുന്നവരെ നിയന്ത്രിക്കുക എന്നുള്ളതൊരു അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു തീരുമാനമാണ്. ഇപ്പം നമ്മളിപ്പോൾ സന്ദീപ് സർവേ നടത്തിയെന്ന് പറഞ്ഞു. ഈ സർവേയിൽ 1000 പേരിൽ സർവേ നടത്തിയതിൽ ഇപ്പോൾ 40% പേരും തന്നെ ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങണമെന്നുള്ള ആഗ്രഹം പരസ്യമാക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് അവർ പറയുന്ന കുറച്ച് പ്രധാന കാര്യങ്ങളിൽ ഇപ്പോൾ H1B വിസയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ജോലി പോയി കഴിഞ്ഞാൽ മറ്റ് കമ്പനികളിലേക്ക് മാറാൻ ഉള്ള സാധ്യത ഇല്ലാതായ അവസ്ഥ, മറ്റ് കമ്പനികൾ അവരെ ഹയർ ചെയ്യാൻ ഉള്ള സാധ്യതയില്ലാത്ത അവസ്ഥ. അതിനൊപ്പം തന്നെ അവർ പറയുന്നൊരു വേറെ കാരണമാണ് സുരക്ഷിതത്വം ഇല്ലായ്മ എന്നുള്ള പ്രശ്നമുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു വിഷയം അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ, ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ കടുത്ത തീരുമാനങ്ങളും ഇന്ത്യക്കാരെ ബാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യക്കാർക്ക് ഒരു വ്യക്തമായ ചായ്വോ ഒന്നെങ്കിൽ ഡെമോക്രാറ്റുകളോടോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കുകളോടോ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണയും അതിലും മാറ്റം വന്നിട്ടില്ലേ? അതെ, അത് വലിയൊരു മാറ്റമാണ്. കാരണം പൊതുവിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഡെമോക്രാറ്റുകളോട് കൂടുതൽ ചായ്വ് കാണിച്ചിരുന്നു. ആ ഒരു ചായ്വ് നിലനിർത്താൻ ഡെമോക്രാറ്റുകൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ പൊതുവിൽ വളർന്നിട്ടുള്ള കുടിയേറ്റ വിരുദ്ധത ഡെമോക്രാറ്റുകളുടെ ഇടയിലും കിടക്കുന്നുണ്ട്. പല വിധത്തിൽ, ഇത്രയും തീവ്രമായിട്ടല്ല ട്രംപിൻ്റെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസിൻ്റെ അത്ര തീവ്രമായിട്ടല്ലെങ്കിൽ പോലും ഡെമോക്രാറ്റുകളുടെ ഇടയിലും ഈ ഒരു കുടിയേറ്റ വിരുദ്ധത അല്ലെങ്കിൽ കുടിയേറ്റക്കാരോട് അവരെ സഹായിക്കാനുണ്ടായിരുന്ന പണ്ടത്തെ മനോഭാവം അത് അവരുടെ കയ്യിൽ ഇല്ലാതായിട്ടുണ്ട്. കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ ട്രംപിന് അനുകൂലമായിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് വോട്ട് ചെയ്ത് വലിയൊരു അളവിൽ ഡെമോക്രാറ്റുകളിൽ നിന്ന് റിപ്പബ്ലിക്കൻസിലേക്ക് വലിയൊരു വിഭാഗം ആളുകൾ മാറി. ഇപ്പോൾ ട്രംപിന് പ്രതികൂലമായിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് പ്രതികരിക്കുന്നത്. സർവേ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ട്രംപിന് എതിരായിട്ടാണ് നിലപാടെടുക്കുന്നത്. പക്ഷേ ഇതിൽ രസകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെമോക്രാറ്റുകളായിരുന്ന ആളുകൾ പിന്നീട് ട്രംപിന് അനുകൂലമായിട്ട് മാറി. ഇപ്പോൾ ട്രംപിന് എതിരായിട്ടുള്ള മനോഭാവം, ഒരു സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിൽ വളർന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും റിപ്പബ്ലിക്കൻസിന് എതിരായിട്ട് വരുന്ന ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഒരിക്കലും ഡെമോക്രാറ്റ്സിന് അനുകൂലമായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ രണ്ട് കൂട്ടരും വിശ്വാസമില്ലാത്ത തരത്തിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് മാറി. ഇവർ രണ്ട് കൂട്ടരെയും വിശ്വസിച്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. മുമ്പ് കിട്ടിയിരുന്ന ഡെമോക്രാറ്റുകളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് കിട്ടിയിരുന്ന പിന്തുണ ഇപ്പോൾ ഇല്ല എന്ന ഒരു തോന്നൽ ഇവരുടെ ഇടയിൽ ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ സന്ദീപ് പറഞ്ഞതിൻ്റെ അതൊരു വസ്തുതാപരമായ ഒരു കാര്യമുണ്ട്. ഇപ്പം ഡെമോക്രാറ്റുകളുടെ ഭാഗത്തു നിന്നും റിപ്പബ്ലിക്കൻസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്കൊരു വേണ്ട ഒരു പിന്തുണ കിട്ടുന്നില്ല എന്ന് ഒരു ഇന്ത്യക്കാർക്കൊരു തോന്നലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുപോലെ തന്നെ മറിച്ചും അവിടെ ഭാഗത്തുനിന്ന് ഒരു അമേരിക്കൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തോന്നലുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഇവിടെ എത്തുന്നു, H1B വിസയിലടക്കം അവർ ഇന്ത്യക്കാർ ഇവിടേക്ക് കുടിയേറുന്നു, പാരമ്പര്യമായിട്ട് വന്ന ആൾക്കാരുമുണ്ട്. പക്ഷെ ഇവരിവിടെ വരുന്നിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരെ പോലെയല്ല. ഇവരിവിടെ വന്നിട്ട് വലിയൊരു ലൈഫിലേക്ക് എത്തുന്നുണ്ട്. പലരും ഡോക്ടർമാർ, എൻജിനീയർമാർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് തിരഞ്ഞെടുത്തിട്ടാണ് ഇവിടെ എത്തുന്നത്. ഇവരൊക്കെ ഒരു വലിയൊരു ജീവിതാവസ്ഥയോടെ ചിട്ടപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഒരു വലിയൊരു
ആ ഒരു വ്യവസ്ഥയിലാണ് പിന്നെ അവരുടെ ജീവിതം. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും അമേരിക്കൻസിൻ്റെ ഇടയിൽ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങളും ജീവിത സാഹചര്യങ്ങളും ഇന്ത്യൻസ് കയ്യേറുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻസ് തട്ടിയെടുക്കുന്നുണ്ടെന്നൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷങ്ങളായിട്ടുള്ള ഈ സമീപകാലത്തായിട്ടാണ് ഇങ്ങനെയുള്ള തോന്നലുകൾ അവരുടെ ഇടയിൽ ശക്തമായത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ അവിടെ ചെന്നിട്ട് അവർ ഭരണകൂടത്തിൽ വരെ ഇന്ത്യൻ വംശജർ, ഇപ്പം നമുക്കറിയാം ട്രംപ് ഭരണകൂടത്തിൽ വരെ ഇന്ത്യൻ വംശജരുണ്ട്, പല സുപ്രധാന തസ്തികളിലും അവരിപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ അമേരിക്കൻസിൻ്റെ ഇടയിൽ ഈ തോന്നൽ വ്യാപിച്ചിട്ടുണ്ട്, ഇന്ത്യക്കാർ ഇവിടേക്ക് കുടിയേറുന്നു, ഇന്ത്യക്കാർ എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു, ഞങ്ങൾ ഇരിക്കേണ്ട പദവികളിൽ അവർ കയറുന്നു, ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ മാറ്റപ്പെടുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ അവിടെ നിന്ന് തഴയപ്പെടുന്നു എന്നൊരു തോന്നൽ ഇവർക്കിടയിൽ തന്നെ ശക്തമായിട്ടുണ്ട്. ഈ ഒരു തോന്നലും കൂടെ ആകാം ഈ ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ H-1B വിസയിലടക്കം കടുത്ത ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ള തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ അമേരിക്കയിലെ എത്നിക് ഡെമോഗ്രഫിയിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻസാണ്. ഇന്ത്യൻസിൻ്റെ ഒരു പ്രത്യേകത, അവർ കൂടുതൽ ഏൺ ചെയ്യുന്നുള്ള മാത്രമല്ല, അവർ കൂടുതൽ സേവ് ചെയ്യുകയും ചെയ്യുന്നു. അതൊരു ഇന്ത്യൻ രീതിയാണ് സേവിങ്സ്. അപ്പോൾ ഇത് US ഉള്ള ആളുകളെ സംബന്ധിച്ച് ഇത് ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ ചെറുതല്ല. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ 4% ഇങ്ങനെയുള്ള ചെലവുകളിലേക്ക് പോവും. വളരെ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ സേവിങ്സിലോട്ട് സേവ് ചെയ്യും. വലിയ തോതിൽ ആ ഒരു ഡിസ്പാരിറ്റി വളരുന്നു. ഈ അവിടുത്തെ ഇന്ത്യൻസും ഇവരും തമ്മിൽ സാമ്പത്തികമായിട്ടുള്ള ഗ്യാപ്പ് വളരെ ശക്തമാകുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ ആണ് പലരെയും റിപ്പബ്ലിക്കൻസ് ആക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കണക്ക് പറയുന്നത്, ഒരു ആവറേജ് ഒരു ഇന്ത്യൻ ഹൗസ് ഹോൾഡിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ $1,50,000 അവർ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത്രയും വലിയ ഒരു എന്താ പറയുക, ഒരു ഇടത്തരക്കാരനെ സംബന്ധിച്ച് ഒരു തരക്കേടില്ലാത്ത ഒരു എമൗണ്ടാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ ഒക്കെ ഒരു രാഷ്ട്രീയ രൂപം കൈവരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന കുടിയേറ്റ വിരുദ്ധതയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിൽ തന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്കാർക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ അവിടെ ഉയർന്നു വരുന്ന ജീവിത ചെലവും കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് സാധനങ്ങളുടെ വിലക്കയറ്റം വളരെ ശക്തമായിട്ട് ഉയരുകയാണ്. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇതിലിപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ ഒരു ലോൺ എടുക്കാനായിട്ട് ഇവർ പോവുകയാണെങ്കിൽ ബാങ്കുകൾ സഹകരിക്കുന്നതിൻ്റെ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരുടെ ലീഗൽ സ്റ്റാറ്റസ് സംശയത്തിലാണ്. അപ്പോൾ അവരിപ്പോൾ എന്താണ് പുറത്തു പോകുകയെന്ന് ബാങ്കുകൾക്ക് അറിയില്ല. ബാങ്കുകൾ ഒരു ഉറപ്പോട് കൂടിയിട്ട് ഇന്ത്യൻസിൽ ലോൺ കൊടുക്കുന്ന, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ട് ലോൺ കൊടുക്കുന്ന സ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങൾ മാറ്റങ്ങൾ വന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ രക്ഷിതാവസ്ഥയാണ്. കാരണം ഫാമിലി ആയിട്ട് അവിടെ പോയി അവിടെ ലോണും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ മെഡിക്കെയറിലൊക്കെ വന്നിട്ടുള്ള വലിയ വീഴ്ചകൾ, ഇപ്പോൾ ട്രംപ് കയറിയതിന് ശേഷം ഇതിലൊക്കെ വലിയ അലംഭാവങ്ങൾ അയാൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെലവുകൾ മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. മെഡിക്കെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് വീണ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ H-1B വിസയുമായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു കണിക എന്ന് നമുക്ക് പറയാവുന്ന കാര്യം എന്ന് പറഞ്ഞത് ഒരു കോർട്ട് വിധിയാണ്. ഈ കോർട്ടിൻ്റെ വിധി പറയുന്നത് ട്രംപിൻ്റെ H-1B വിസ ഫീസ് അത് നിയമവിരുദ്ധമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് നടപ്പാക്കിയത്. $1 lakh ഫീസ്. അത്രയും വലിയൊരു എമൗണ്ട് ഫീസ് വാങ്ങുന്നതിന് അതിനാനുപാതികമായിട്ടുള്ള എന്താ പറയുക, അതിനാനുപാതികമായിട്ടുള്ള സർവീസ് അത് തിരിച്ചു കൊടുക്കുന്നില്ല. അതായത് ഇതിനാകെ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ $2,000 മുതൽ $5,000 വരെയാണ് മാക്സിമം വരാവുന്ന. പല കമ്പനീസിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അതിൽ മുൻപ് വളരെ നിസ്സാരമായ തുക $5,000 വരെ മാക്സിമം വരുന്ന സംഗതിയാണ്. അതിനാണ് ഇദ്ദേഹം ഫീസ് എന്ന് പറഞ്ഞിട്ട് $1 lakh ആക്കി മാറ്റിയത്. അത്രയും ഉയർന്ന ഫീസ് ഈടാക്കുന്നെങ്കിൽ അതിനുള്ള സർവീസ് നിങ്ങൾ കൊടുത്തിരിക്കണം. ആ സർവീസ് എന്താണ് എന്ന കോർട്ടിൻ്റെ ചോദ്യത്തിന് മറുപടിയില്ല. അപ്പോൾ ട്രംപിൻ്റെ വക്കീലന്മാർ പറയുന്നത് ഇത് ഒരു ബാരിയർ വെച്ചാണ്, ഇങ്ങോട്ട് ഉള്ള അനാവശ്യമായിട്ടുള്ള വർക്കേഴ്സിൻ്റെ ഫ്ലോ തടയാൻ വേണ്ടി ഞങ്ങളൊരു ബാരിയർ വെച്ചാണെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബാരിയർ വയ്ക്കുന്നെങ്കിൽ അത് നികുതി ഈടാക്കലാണ്. വരുമാനം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു നികുതി ഈടാക്കലാണ്. അങ്ങനെ നികുതി ഈടാക്കുന്നെങ്കിൽ അതിന് കോൺഗ്രസിൻ്റെ അനുമതി വേണം. ഭരണഘടനാപരമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ നികുതി ഈടാക്കാൻ കഴിയും?
എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്ത് കോർട്ട് ചോദിച്ചിട്ടുള്ളത്. ഇത് ശരിക്കും 2025 ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കോർട്ട് വിധി വേറെ വന്നിട്ട്, ഇത് രണ്ടും ഡിസ്ട്രിക്ട് കോർട്ടുകളാണ്. അപ്പോൾ അന്ന് വന്ന കൊളംബിയ കോർട്ടിൻ്റെ വിധിയിൽ പറയുന്നത് ഇതിന് ഫീസായിട്ട് തന്നെ അംഗീകരിക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ വിധി. ഇന്നിപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു വിധി വന്നു. അപ്പോൾ ഇത് ഒരു ഭരണഘടനാ പ്രശ്നത്തിന് പോലെ രണ്ട് വിരുദ്ധ വിധികൾ കിടക്കുകയാണ്. ഇത് മൊത്തത്തിൽ കൺഫ്യൂഷൻ കൂട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു വിധിയുടെ ഒരു പ്രത്യേകത ഇന്ത്യൻസ് കൂടുതൽ ആശ്വസിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം 2026 ഫെബ്രുവരിയിൽ താരിഫുകളുടെ മേലെ ഒരു സുപ്രീം കോർട്ട് വിധി വന്നിരുന്നു. ആ വിധിയുടെ ഒരു കോർ എന്ന് പറയുന്നത്, ഇത്തരം വലിയ താരിഫ് നിങ്ങൾക്ക് ഏർപ്പെടുത്താം, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഏർപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സിൽ പാസ്സാക്കണം. കോൺഗ്രസ് അറിയാതെ നിങ്ങൾക്ക് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപിന് ഇത്രയും വലിയൊരു എമൗണ്ട് താരിഫ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സുപ്രീം കോർട്ട് അത് തടഞ്ഞത്. അപ്പോൾ അതേ സംഗതി തന്നെയാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ട് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്, ഈ H1B വിസയുടെ ഫീസിൻ്റെ കാര്യത്തിൽ. കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഈടാക്കണമെങ്കിൽ അതിന് ഇതിൻ്റെ അനുമതി കോൺഗ്രസിന് അനുമതി. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ ഇത് ശരിക്കും സുപ്രീം കോർട്ടിൻ്റെ ആ വിധിയോട് അലൈൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇന്ത്യൻസ് കുറച്ചൊരു ആശ്വാസത്തിലാണ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ശക്തമായ തീരുമാനങ്ങളും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില നിലപാടുകളും ആളുകളെ ഒരു കൺഫ്യൂഷനാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതിനുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താകും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പുതിയ തീരുമാനം, കോടതിയുടെ ഇടപെടൽ എന്താകുമെന്ന കാര്യത്തിലും നമുക്ക് കാത്തിരുന്ന് കാണാം.